ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരു തിരുവചനം പഠിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. 1 John chapter 3 verse 1. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നമുക്ക് ബൈബിളുള്ളവർ ബൈബിൾ തുറന്ന് ആ വചനഭാഗം എടുക്കാം. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ചേർന്ന് നമുക്ക് സ്ക്രീനെ നോക്കി നല്ല ഉറക്കെ ഒരുമിച്ച് ഒന്ന് വായിക്കാം. ചേർന്ന് വായിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. വചനം പഠിപ്പിക്കുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ആർക്കും പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ സ്നേഹം, ഈശോയുടെ മാറിലേക്ക് ചാരിക്കടന്ന് ഈശോയുടെ വലിയ സ്നേഹം അനുഭവിച്ച ആളാണ് യോഹന്നാൻ ശ്ലീഹ. അപ്പൊ യോഹന്നാൻ ശ്ലീഹ ആ ദൈവസ്നേഹത്തിന്റെ വലിയൊരു നിറവ് യോഹന്നാൻ ശ്ലീഹയിലുണ്ട്. അതിന് യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ എഴുതുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. എന്നിട്ട് പറയാണ് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ ഉറപ്പിച്ച് പറയാണ് നാം അങ്ങനെയാണ് താനും, നാം ദൈവമക്കളാണ് താനും. ആർക്കും പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴി ഈ ലോകത്തിൽ കർത്താവിനെ രക്ഷകന്റെ നാഥനുമായി സ്വീകരിക്കുന്ന ഓരോരുത്തരെയും അവിടെ ദൈവമക്കളാകാൻ വരം നൽകി. അപ്പൊ ദൈവമക്കൾ എന്നാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. യേശുവിനെ രക്ഷകന്റെ നാഥനുമായി സ്വീകരിച്ച ദൈവപൈതലിനെ കർത്താവ് വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ മകനും മകളും. എന്നിട്ട് പറയാണ് നാം അങ്ങനെയാണ് താനും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്ക സഹോദരങ്ങളെ, അല്ല നമ്മൾ ദൈവമക്കളാണോ? മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവിടെ മറുപടി പറയാതിരിക്കുമ്പോൾ ആത്മാവിൽ എനിക്കറിയാം മിണ്ടിയവർ എത്ര പേരുണ്ട്, മിണ്ടാത്തവർ എത്ര പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്ന ഉറപ്പുള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് കൈ ഉയർത്താവോ? നമ്മുടെ ഇവിടെയുള്ള സഹോദരികൾ എല്ലാവരും കൈ ഉയർത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓക്കെ, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ കൈ ഉയർത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണ്. അത് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ദൈവത്തിന്റെ മകനും മകളും ആണ് എന്ന് 100% ഉറപ്പുള്ളവരും കൈ ഉയർത്തിക്കേ. ചുമ്മാ കൈ ഉയർത്തരുത്. ഞാൻ 100% ദൈവത്തിന്റെ മകനും മകളുമാണെന്ന് ഉറപ്പുള്ളൊരു കൈ ഉയർത്താം. ഒരുമിച്ച് ഹല്ലേലൂയ. ഇനി ഞാൻ ചെറിയ കാര്യങ്ങൾ പറയാൻ പോവാണ്. പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ മാറ്റി പറഞ്ഞേക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന് പറഞ്ഞാൽ വചനം മാറ്റാത്തവനാണ് യേശു. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പലർക്കും ഒരു ധാരണയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളും ആകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മകൻ്റെയും ദൈവത്തിൻ്റെ മകളുടെ ചില ക്വാളിറ്റീസ്, ചില ഗുണങ്ങളിൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണങ്ങൾ ഉണ്ടാകണം നോക്കണം. നിങ്ങൾ ചിന്തിച്ചപ്പോൾ ഇതൊരു പശുക്കുട്ടിയാണെന്ന് പറയണമെങ്കിൽ ഇത് പശുവിൻ്റെതായ ഗുണഗണങ്ങൾ ആ പശുക്കിടാവിലുണ്ടായിരിക്കണം. അല്ലാതെ ഓന്തിൻ്റെ സ്വഭാവവും പശുക്കുട്ടി പറഞ്ഞ് നടക്കില്ല. നമ്മൾ അതിനൊരു പൂച്ചക്കുട്ടിനെ നോക്കിയിട്ട് ഇത് പട്ടിക്കുട്ടി എന്ന് പറയോ? പറയും. മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളവരെ പറയും.
ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ ഒരു മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ മനുഷ്യനിൽ കാണേണ്ട ഗുണഗണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടാവും. അപ്പോഴാണ് നമ്മൾ മനുഷ്യനാണെന്ന് പറയുള്ളൂ. എന്തിനാ കാട്ടുപോത്തിന് പറയാൻ കാരണം കാട്ടുപോത്തിന് സ്വഭാവമുണ്ട്, സിംഹത്തിന് സ്വഭാവമുണ്ട്. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. ഇവനൊരു വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി അവൻ പഠിക്കണം, വിദ്യാർത്ഥി അനുസരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനാണോ ദൈവത്തിൻ്റെ മകളാണോ എന്ന് തീരുമാനിക്കാൻ ദൈവം ചില കാറ്റഗറീസ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ആ ലൈസൻസ് എടുക്കാൻ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു അമേരിക്ക എന്ന് പറയണം, അല്ലെങ്കിൽ UK എന്ന് പറയണം, അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. അതിന് വിസ ഉണ്ട്, അതിന് പ്രോസസ്സിംഗ് ഉണ്ട്, അതിന് എക്സിറ്റ് ഒരുപാട് സംഗതികളുണ്ട്. എന്ന് പറഞ്ഞത് പോലെ എൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നു, നമ്മളെല്ലാവരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനുമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ പറയാൻ തക്കവിധം നമ്മുടെ ജീവിത രൂപാന്തരീകരണം വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയാണ് വാസ്തവത്തിൽ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത്? ആരാണ് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ ഈശോ ആരെയാണ് ദൈവത്തിൻ്റെ മകളെന്ന് വിളിക്കുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വചനം പഠിക്കാം. അത് നമ്മൾ വായിക്കുന്നത് റോമാ ലേഖനത്തിൽ അതിന് 8-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്. റോമാ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 14. നോട്ട്ബുക്കോ ടാബോ ഒക്കെ ഉള്ളവരെ അതിലൊന്ന് കുറിച്ചോ, എന്നിട്ട് ബൈബിൾ ഉള്ളവരെ ബൈബിൾ തുറന്നിടുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. വചനം പഠിപ്പിക്കുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അപ്പൊ ആരാണ് ദൈവത്തിന്റെ പുത്രന്മാർ? ഒന്നാമത്തെ ക്വാളിറ്റി, ഒരു ദൈവത്തിന്റെ മകനും മകളും എന്ന് നിന്നെ വിളിക്കണമെങ്കിൽ നിനക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി, നീ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. You have to move with the Holy Spirit, with the inspiration of the Holy Spirit. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കിൽ ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ഓരോ ചിന്തയിലും ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിതത്തെ ചലിപ്പിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തിയെ ബൈബിളിൽ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ, ദൈവത്തിന്റെ പുത്രർ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, ശിമയോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ഭാഗത്ത് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 2:27. ശിമയോൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ നീതിമാനായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉള്ളവനായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കാഴ്ച സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ആ ശിമയോൻ അവിടെ എത്തിച്ചേർന്ന രംഗത്തെ കുറിച്ചുള്ള വചനമാണ് ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 27. ലൂക്കായുടെ സുവിശേഷത്തിൽ 2:27. നമുക്ക് സ്ക്രീനിൽ നോക്കി നമുക്ക് ഒരുമിച്ച് ഉറക്കെ നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം, ചേർന്ന് വായിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നോക്ക്, അതായത് ദൈവാത്മാവ് യൗസേപ്പ് പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരു പ്രേരണ കൊടുത്ത് അവരെ ജെറുസലേം ദേവാലയത്തിലേക്ക് ഉണ്ണീശോയെ കാഴ്ച സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ അതേ പരിശുദ്ധാത്മാവ് തന്നെ ജെറുസലേം ദേവാലയത്തിലുണ്ടായിരുന്ന ശിമയോൻ എന്ന് പറയുന്ന ആൾക്ക് ദൈവത്തിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്ന, ദൈവകൽപ്പന പാലിച്ചിരുന്ന, ദൈവകഥ നിറവേറ്റിയിരുന്ന നീതിമാനായിരുന്ന ശിമയോൻ എന്ന് പറയുന്ന ആളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ. അപ്പൊ അവന് ഈ ശിമയോൻ എവിടെ ഇരിക്കാന്ന് കരുതിക്കോ. ആ സമയത്ത് ശിമയോൻ ശക്തമായ തോന്നൽ വരിക, ഒരു പ്രേരണ വരിക, ഒരു ഉൾത്തള്ളൽ വരിക, ഒരു ആത്മാവിന്റെ പ്രഭാവം വരിക, ദൈവാത്മാവിന്റെ നയിക്കപ്പെടൽ വരിക. ഉടനെ തന്നെ ശിമയോൻ അവിടെ എഴുന്നേറ്റു. എന്നിട്ട് വേഗം ഹൈ സ്പീഡിൽ അവൻ ജെറുസലേം ദേവാലയത്തേക്ക് നടന്നു. ആ ജെറുസലേം ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താ? ഇതാ പരിശുദ്ധ അമ്മ ഉണ്ണീശയെ എടുത്തോണ്ട് കാഴ്ച സമർപ്പിക്കാൻ വേണ്ടി വരുന്നത് യൗസേപ്പ് പിതാവും.
സ്വാഭാവികമായിട്ടും ഈ ശിമയോനെ നോക്കി സ്വർഗം വിളിച്ചിട്ടുണ്ട്, നീ ദൈവത്തിന്റെ പുത്രൻ. കാരണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നോക്ക സഹോദരങ്ങളെ, നീ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവാത്മാവാണ് നീ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാൻ വേണ്ടി നെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ദൈവാത്മാവാണ് നിന്നെ നയിക്കുന്നത്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ക്ലബിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകുമ്പോൾ ദൈവാത്മാവാണ് നിന്നെ നയിക്കുന്നത്. നിനക്ക് ജന്മം വളർത്ത് വലുതാക്കിയ അപ്പന്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് തട്ടിക്കയറുമ്പോൾ ദൈവാത്മാവാണ് നിന്നെ നയിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാകണമെങ്കിൽ എന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഒന്നാമത്തെ ക്വാളിറ്റിയാണ് നീ ദൈവാത്മാവിനെ നയിക്കപ്പെടണം, നീ ദൈവാത്മാവിനെ നയിക്കപ്പെടണം, നീ ദൈവാത്മാവിനെ നയിക്കപ്പെടണം. ഇത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ മറ്റൊരു പാത്രഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താം. അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിലാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 10 and 11. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. പൗലോസ്ലീഹായുടെ ആ കപ്പൽ യാത്രയെ കുറിച്ചുള്ള വിവരണ ഭാഗമാണ്. അവിടെ ശതാധിപനുണ്ട്, അതേപോലെ തന്നെ അവിടെ കപ്പിത്താനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പൗലോസ്ലീഹായുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കാറ്റ് മൂവ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്ന ആളാണ് പൗലോസ്ലീഹ. അപ്പോൾ ഈ കപ്പൽ വലിയ അപകടത്തിന് അനർത്ഥത്തിലും ചെന്ന് ചാടാൻ പോവുകയാണ്. ആത്മാവിന്റെ പ്രേരണ കൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ നോക്കി നന്നായിട്ട് ഒരുമിച്ച് ചേർന്ന് ഉറക്കെ അങ്ങോട്ട് വായിക്കാം. ചേർന്ന് വായിക്കാം. മാന്യരെ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെയല്ല, കപ്പിത്താനെയും കപ്പലുടമയെയുമാണ് അനുസരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിനെയായ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ആളായതുകൊണ്ട് പൗലോസ് പറഞ്ഞു, മാന്യരെ, ഈ കപ്പൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ, കപ്പലുടമ, കപ്പൽ ഓടിക്കുന്നവൻ, ശതാധിപൻ, എല്ലാവരും ഉണ്ട്. ഈ കപ്പൽ യാത്ര നമ്മുടെ ചരക്കനും നമ്മുടെ സാധന സാമഗ്രികൾ മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെ വലിയ അപകടമാണെന്ന് ഞാൻ കാണുന്നു. ആത്മാവിനെ നയിക്കപ്പെടുക. എന്നാൽ ആ വ്യക്തിയാകട്ടെ, എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെ അല്ല, കപ്പിത്താനെയും കപ്പലുടമയും അനുസരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ നോക്ക്, നമ്മൾ ഇന്ന് ഒരുപാട് പലരും പലതരത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്ത് തകർന്ന് തരിപ്പെടുന്ന അനേക ജീവിതങ്ങൾ കാണുന്നുണ്ട്. ആവശ്യമില്ല ഓരോ കാര്യങ്ങൾ പോയി ചെന്ന് ചാടിയിട്ട് പിന്നെ ഊരി പോരാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നീ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ പോകുമ്പോൾ, നീ ഒരു ജോലിക്ക് പോകുമ്പോൾ, നീ ഒരു കാര്യം തീരുമാനിക്കാൻ എടുക്കുമ്പോൾ, ഒരു വിവാഹാലോചനയ്ക്കുള്ള സംഗതി വരുമ്പോൾ, ഒരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ, കൊച്ചുങ്ങളെ പഠിക്കാൻ വേണ്ടി അയക്കുമ്പോൾ, ഓരോ കാര്യങ്ങളിലും സഹോദരങ്ങളെ ഈ ദൈവാത്മാവിന്റെ പ്രേരണ കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ തുടങ്ങും. ദൈവാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി തുടങ്ങും. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. മനസ്സൊന്ന് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും കർത്താവിനോട് ഇന്ന് ഈ ലൈവ് ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ചോദിക്കണം, അമ്മായി, ഞാൻ ശരിക്കും ദൈവത്തിന്റെ മകനും മകളുമാണോ? ഞാൻ ദൈവാത്മാവിനെ ശരിക്കും നയിക്കപ്പെടുന്നുണ്ടോ? ഓരോ തീരുമാനത്തിന് മുമ്പിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ടോ? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, ഇവിടെ ഒരു ചാപ്പലിൽ നിന്ന് കുറച്ച് സിസ്റ്റർമാരെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ശുശ്രൂഷ നടക്കുന്ന സമയത്ത് നോക്കാം, അതിനകത്ത് ഒരു സിസ്റ്ററിന്റെ കർത്താവ് ശക്തമായിട്ട് ഒരു ആത്മാവിന്റെ പ്രേരണ കൊടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ആ താഴെയുള്ള ആ സെഗിയോന്റെ താഴ്ഭാഗത്തുള്ള ആ ഭാഗത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി ഒരു പ്രേരണ കൊടുത്തു. ആ സിസ്റ്റർ ചാപ്പലിൽ നിന്നെടുത്ത് കുട്ടുംകാറ്റ് പോലെ ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ അവിടെ ഒരു തോട്ടത്തിൽ എല്ലാവരും ശുശ്രൂഷയും കയറി പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ ആകെ ശരിക്കും പറഞ്ഞാൽ അവശതയായി ബ്ലഡൊക്കെ ചേർത്ത് ഒരു പ്രത്യേക അവസ്ഥയിലാണ് അവിടെ തളർന്ന് കിടക്കായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ വന്നവരെല്ലാം ശുശ്രൂഷിച്ച് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മനുഷ്യൻ അവിടെ തളർന്നോടെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കിയേ, ഈ സെഗിയോന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം ഉള്ളതുകൊണ്ട്
എന്ത് സംഭവിച്ചു? ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കർത്താവിന് പ്രേരണ കൊടുക്കാണ്, പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലാം. അപ്പൊ എന്താ? ദൈവാത്മാവിൽ നയിക്കപ്പെട്ട് ആ വ്യക്തിയെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കാനും ഒക്കെ ദൈവമാണ് പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാകണമെന്നെങ്കിൽ നമ്മൾ ഉണ്ടാകേണ്ട ഒന്നാമത്തെ സംഗതിയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കപ്പെടണം. വലതുകരമുയർത്തി ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഉറക്കെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ആത്മാവിന്റെ പ്രചോദനങ്ങളെ പ്രചോദനങ്ങളെ സ്വീകരിച്ചും അനുസരിച്ചും ദൈവത്തിന്റെ മകനും മകളുമായി തീരാൻ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ താഴ്ത്താം, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഒരു വ്യക്തി ദൈവത്തിന്റെ മകനും മകളുമാണ് എന്നറിയാനുള്ള അടുത്ത ഒരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലാണ്. ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 9. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്, ആരാണ് ഉറപ്പായിട്ട് ദൈവത്തിന്റെ മകനും മകളുമായിരിക്കുന്നുള്ള വചനഭാഗം അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:9 ബൈബിൾ തുറന്നെടുക്കാം, സ്ക്രീനിൽ നോക്കാം. എന്നിട്ട് നല്ല ഉറക്കെ ഒരുമിച്ച് പവർഫുള്ളായിട്ട് നന്നായിട്ട് നമുക്ക് വായിക്കാം. ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുകയാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന നമുക്കറിയാം. സമാധാനത്തിന് ഉപകരണമായി എന്നെ മാറ്റണമേ, എന്നെ അയക്കണമെന്ന് പറഞ്ഞ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. വചനം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നിന്റെ വീട്ടിലുള്ളത് കൊണ്ട് സമാധാനമാണ് അസ്വസ്ഥതയാണ്? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത്? സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയാൽ മതി. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചില വ്യക്തികൾ വീട്ടിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് വീട് സമാധാനം എന്ന് ചില ആൾക്കാർ പറയണത്. ഇന്ന് അവൻ ക്ലാസ്സിൽ ഇല്ലാതിരുന്നത് കൊണ്ട് സമാധാനം ഉണ്ടായെന്ന് ചിലപ്പോൾ അധ്യാപകർ പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അവൻ വരാതിരുന്നത് കൊണ്ട് പൊതുയോഗം സമാധാനപൂർണ്ണമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ വിളിച്ചിട്ട് പേരുണ്ട്, അവൻ ലോകത്തിന്റെ സമാധാനമാണ്. അവൻ ലോകത്തിന്റെ സമാധാനമാണ്. യേശുക്രിസ്തു ലോകത്തിന്റെ സമാധാനമാണ്. അതുകൊണ്ട് നീ യേശുവിന്റെ മകനും മകളുമാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ദൈവത്തിന്റെ മകനും മകളെന്ന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വഭാവത്തിന്റെ സവിശേഷത വേണം. നീ ഉള്ളിടത്ത് സമാധാനമാണോ? നീ ഉള്ള കമ്മ്യൂണിറ്റി സമാധാനമാണോ? നീ ഉള്ള ഇടവക സമാധാനമാണോ? നീ ഉള്ള ധ്യാന കേന്ദ്രത്തിൽ സമാധാനമാണോ? നീ ഉള്ള കുടുംബത്തിൽ സമാധാനമാണോ? നീ ഉള്ള ജോലി സ്ഥലത്ത് സമാധാനമാണോ? എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരു കിരികിരിപ്പ് ഒരു സംഗതി കാണുന്നുണ്ടെങ്കിൽ നീ എരുത്തിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് കൊഴിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന ആളല്ല. എവിടെയൊക്കെ അസമാധാനം നിലനിൽക്കുന്നുണ്ടോ അതിനൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമങ്ങൾ എടുക്കുന്നവനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ മകനും മകളും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി ദൈവത്തിന്റെ മകനും മകളുമായി തീരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടണം. അങ്ങനെ വിളിക്കപ്പെടുന്നത് നമ്മൾ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ഉറപ്പായിട്ട് പറഞ്ഞു തന്നെ ഇതാ ഈ സ്വഭാവത്തിന് സവിശേഷതകൾ വേണം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടു. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ മകനും മകളും നമ്മളുമായി തീരണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ക്വാളിറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന് 45-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 45 ബൈബിൾ തുറന്നെടുക്കാം. അവിടെ ദൈവത്തിന്റെ മകനും മകളുമാക്കി നമ്മളെ തീർക്കുന്നതിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അവിടെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 5:45 നമുക്ക് സ്ക്രീനിൽ നോക്കാം, അല്ലെങ്കിൽ ബൈബിളിൽ നോക്കാം. നന്നായിട്ട് ഒരുമിച്ച് ഉറക്കെ ബൈബിൾ അവിടെ നിന്ന് ഉറക്കിച്ച് ഒരുമിച്ച് വായിക്കുമ്പോൾ തന്നെ ആ സ്ഥലത്ത് ഒരു ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കും. നമുക്ക് ഉറക്കെ വായിക്കാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ തൊട്ട് മുമ്പത്തെ വചനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. 44-ാമത്തെ വാക്യത്തിന്റെ പകുതിയും കൂടെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വായിക്കാം.
ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്നിട്ട് ബാക്കി പറയാണ്, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. എങ്ങനെ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെക്കുറിച്ച് അപവാദം പറയുകയും ഇല്ലാക്കഥ പറയുകയും കുത്തി മുറിവേൽപ്പിക്കുകയും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനയുകയും പാര വയ്ക്കുകയും നമ്മളെ ജീവിതത്തെ കണ്ടിട്ട് ഇഞ്ച പിടിയുന്നത് പോലെ പിടിയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ ചുറ്റിലും, നമ്മുടെ നാട്ടിലും, നമ്മുടെ ഓഫീസിലും ഒക്കെ. Praise the Lord. Praise the Lord. അവരെ ഹൃദയം കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുകയും നമ്മളെ അങ്ങനെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ. ദൈവമേ, അവൻ ഇരട്ടി നന്മ കൊടുക്കണമേ. അവൻ എന്നെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വെറുപ്പില്ല. ദൈവമേ, അവനെ അനുഗ്രഹിക്കണമേ. എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നാലേ കൂടുതൽ. കർത്താവേ, അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എൻ്റെ കണ്ണുനീർ അവൻ്റെ ഇങ്ങനെയല്ല ചിലപ്പോൾ പ്രാർത്ഥന വരണത്. എത്ര പ്രാവശ്യം നെടുവീർപ്പുകൾ ഉയർന്നിട്ടുണ്ട് എതിരായിട്ട്. അനേകർക്കെതിരെ എത്ര പ്രാവശ്യം നെടുവീർപ്പ് ഉയർന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം നേരെ മുഖത്തൊക്കെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിൽ പെറുപെറുപ്പോടുകൂടി എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഉള്ളിൽ സെൽഫ് ടോക്ക് നടക്കുക എത്ര പ്രാവശ്യം ശാപവാക്കുകൾ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. നീ ഗതി പിടിക്കാൻ നീ നന്നാവില്ല. ദൈവത്തിന്റെ മകനും മകളും അല്ല, ദൈവത്തിന്റെ മകനും മകളും അല്ല. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവമക്കളാണെന്ന് നാം വിളിക്കപ്പെടുന്നു. പക്ഷെ അങ്ങനെയാണ് താനും എന്ന് അവനവൻ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില സംഗതികളാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ തന്നെ ഞാൻ വിളിക്കപ്പെടുന്നത്. അങ്ങനെയാണ് താനും എന്ന് ഉറപ്പുള്ളവർ കൈയ്യർത്തിക്ക്. ചിരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചാടി കയറി അങ്ങോട്ട് കൈ ഉയർത്തുമ്പോൾ ചിരിച്ച് പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വചനം പഠിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 35-ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 35. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. അതും കൂടെ നമുക്ക് ഒരുമിച്ച് ഉറക്കെ പവർഫുള്ളായിട്ട് നന്നായിട്ട് അങ്ങ് വായിക്കാം. നന്നായിട്ട് ഉറക്കെ വായിക്കാം. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. എന്നിട്ട് പറയാണ്, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ മകനും മകളുമായിരിക്കും. അത്യുന്നതനായ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയായി തീരുകയും ചെയ്യും. എന്ത് ചെയ്താൽ? ശത്രുക്കളെ സ്നേഹിച്ചാൽ. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുവൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുവിൻ. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ വായ്പ കൊടുക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഇത് എന്നാ തരുമെന്ന ഒന്ന് ചോദിച്ച് ഉറപ്പാക്കിയിട്ടില്ല പലപ്പോഴും കൊടുക്കണത്. നമ്മളൊരു നന്മ ചെയ്യുന്ന സമയത്താണ് ചിലപ്പോൾ ചിന്ത വരുന്നത് എന്താ? ഇവന് ചെയ്തു കൊടുത്താൽ നമുക്കൊരു കാര്യം വരും, ഇവനും ദൈവത്തിന്റെ മകനും മകളും അല്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം എന്ന് പറയുന്നുണ്ടല്ലോ, ആമോസ് തൂക്കാട്ട പിടിക്കുന്നത് പോലെ വചനം വെച്ച് പരിശോധിക്കണം ജീവിതത്തെ. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവൻ, വചനത്തെ ഉറച്ചു നിൽക്കുവൻ. കർത്താവ് വലിയ ബഹുമതി നൽകുമെന്നൊരു വചനം ആദ്യം പറഞ്ഞായിരുന്നു. അതിന്റെ വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനത്തെ ആമോസ് തൂക്കാട്ട പിടിക്കുന്ന പോലെ വചനം വെച്ച് പരിശോധിക്കണം ജീവിതത്തെ. ഞാൻ ശരിക്കും പറഞ്ഞ ധ്യാനം എതിരൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ല. ധ്യാനം കുട്ടികൾക്കറിയാം. എന്നാൽ ഈ ലൈവ് ടെലികാസ്റ്റ് സമ്മതിക്കുന്ന ആൾക്കാരോട് ഒരു മയമില്ല. എന്താ കാരണം? നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ശരിക്കും വചനം കേട്ട് അത് പാലിക്കാൻ വേണ്ടി ആഗ്രഹിച്ച തീരുമാനം എടുത്ത്, ഇപ്പം ചില സമയത്ത് രാത്രിയാണ്, രാത്രി ഉറക്കളിച്ചിരുന്ന്, ചില ആൾക്കാർ ഇപ്പോൾ രാത്രി ഉറക്കളിച്ചിരുന്ന് അമേരിക്ക ഇപ്പോൾ രാത്രി സമയം അപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആൾക്കാരെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വചനം പഠിക്കുന്നത് കറ തീർത്ത് വചനം പഠിക്കണം, കറ തീർത്ത് തേക്കണം, കഥ തീർത്ത് നൂല് പിടിക്കണം എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ അങ്ങോട്ട് വേറെ ഉറപ്പിക്കണം. ഞാൻ അതിനകത്ത് ചില നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണം. ഇനി ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് ദൈവത്തിൻ്റെ മകനുമാക്കി തീർക്കുന്ന ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ജീവിക്കാൻ ഇടവരരുത്. നമ്മൾ അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണോ എന്നുള്ളത് ഈ വചനം വെച്ച് പരിശോധിക്കണം. കണ്ടാലും എത്ര വലിയ ദൈവസ്നേഹമാണെന്ന് ദൈവമകൻ വിളിക്കപ്പെടുന്നത് അങ്ങനെയാണ്, സംശയമില്ല. നമ്മൾ അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് അവനെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നന്നായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, വലിയ സ്നേഹം അവിടെ ഞങ്ങളോട് കാണിച്ചു, വലിയ പരിപാലന കരം ഞങ്ങളുടെ നേരെ നീട്ടി, വലിയ സ്നേഹം ഞങ്ങൾ കാണിച്ചു. ദൈവമക്കളെന്ന് ഞാൻ വിളിക്കപ്പെടുന്നു, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. എന്നാൽ ഞങ്ങൾ അങ്ങനെയാണ് താനും എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ പറയാൻ തക്ക വിധമുള്ളൊരു ആത്മധൈര്യം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ദൈവമേ, ഈ വചനങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കണം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ദൈവമേ, ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രയോജനങ്ങൾ അനുസരിക്കാതെ നടന്ന കാലഘട്ടങ്ങളുണ്ട്. മനസ്സിൻ്റെയും ചിന്തയുടെയും തോന്നിപ്പനുസരിച്ച് പോയ കാലഘട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദൈവമേ, ആ കാലഘട്ടങ്ങൾ ഓർത്ത് അനുദപിക്കുക. കുമ്പസാരിക്കേണ്ട മേഖല ഞങ്ങൾ കുമ്പസാരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള ചിന്തയോടെ അനുദപിക്കുക. 2, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ്, പല സ്ഥലത്തും ഞങ്ങളൊന്നും മൗനം പാലിച്ചായിരുന്നെങ്കിൽ, ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചായിരുന്നെങ്കിൽ, തെറ്റ് തിരുത്തുന്ന കാര്യത്തിൽ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കരുത്, പാപത്തിൻ്റെ കാര്യത്തിൽ ഒരു മയവും വെക്കരുത്. എന്നാൽ എനിക്ക് എളിമപ്പെടാനും എനിക്ക് തന്നെ എടുക്കാമായിരുന്ന ഒരുപാട് തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ഒന്ന് സ്നേഹത്തോടെ പറയാമായിരുന്നു, പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കാതെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ശേഷം സംസാരിക്കാമായിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ദൈവമേ, എൻ്റെ സാന്നിധ്യം ഒരു സമാധാനത്തിൻ്റെ ഒരു സംഗതി നൽകുന്നതിന് പകരം എൻ്റെ സാന്നിധ്യം പലർക്കും ബുദ്ധിമുട്ടാകുന്നൊരവസ്ഥ ചിലപ്പോൾ വന്നിട്ടുണ്ട്. ദൈവമേ, സമാധാനം സ്ഥാപിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരാൻ സാധിക്കാതെ പോയ സാഹചര്യങ്ങൾ ഓർക്കുക. ദൈവമേ, ഓരോ സെക്കൻഡിൽ എന്നെ അവിടുന്ന് മകനും മകളുമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക. ദൈവമേ, സാധിക്കാതെ പോയ സാഹചര്യങ്ങളുണ്ട്, അനുദപിക്കുകയാണ് കർത്താവ്. ശത്രുക്കളെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് അനുഗ്രഹിക്കണം. ദൈവമേ, അങ്ങനെ പറഞ്ഞൊരു രാജാവ് യേശുക്രിസ്തു അല്ലാതെ ലോകത്തിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. ദൈവമേ, വീഴ്ച പറ്റിപ്പോയിട്ടുണ്ട്, മാപ്പ് ചോദിക്കാം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാനോ വായ്പ കൊടുക്കാനോ തക്കതോ ഹൃദയത്തിൻ്റെ ഒരു വിശാലത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നവനാണല്ലോ. കരങ്ങൾ 2 പരിശുദ്ധാത്മാവിൻ്റെ പക്കലേക്ക് കർത്താൻ ഉയർത്തിപ്പിടിച്ച് ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിലും അല്ലാത്തവർ അല്ലാതെയും കുറച്ച് സമയം കർത്താവിനെ സ്തുതിച്ച് പരിശുദ്ധാത്മാവെയും അവിടുന്ന് പാപവും പുണ്യവും എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ കർത്താവ് കൃപയുള്ളവനാണ്. ആ കൃപ കൊണ്ട് ഇതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ തക്കവിധം ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. കാര്യങ്ങളുയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കർത്താവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, 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 ഓരോ സമയത്ത് പരിശുദ്ധാത്മാവേ അവതരിക്കണമേ. ദാസരാമിവരിൽ താവക ചൈതന്യം പരിശുദ്ധാത്മാവേ ചൊരിയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ തുറന്ന് പിടിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. 2 കരങ്ങളും കർത്താവിന്റെ മകളിൽ അല്പം കൂടി ഉയർത്തിപ്പിടിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ഒരുമിച്ച് ഉറക്കെ ചേർന്ന് ആത്മാവേ,
പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങൾ